ബ്രാൻഡ്. അങ്ങനെ ഗൈസ് നമ്മൾ പുഷ്പ 2 ദ റൂൾ ഫിലിം കണ്ട് വന്നു. ഇതിനെക്കുറിച്ച് എന്ത് പറയണമെന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പടം കണ്ട് ചെറുതായിട്ട് ഉറങ്ങിപ്പോയപ്പോൾ എൻ്റെ അടുത്തിറന്ന് ഞാനാണ് വിളിച്ചെണീപ്പിച്ചത്. ക്ലൈമാക്സ് എത്താറായെന്ന് പറഞ്ഞു. സോ അപ്പം നിങ്ങൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് പടത്തിൻ്റെ ക്വാളിറ്റി ഉള്ളതെന്ന്. പടത്തിൻ്റെ എടുത്തിങ്ങനെ മേക്കിംഗ് എല്ലാം ഓക്കെയാണ്. എന്തോന്ന് കണ്ടന്റ്, ആദ്യത്തെ ഫൈറ്റ് ഒരു കണക്ടിവിറ്റി ഇല്ല, ലോജിക്കില്ല. അതിൽ ഭയങ്കര ക്യാരക്ടർ ഫഹദ് ഫാസിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫഹദ് ഫാസിനെ കണ്ടുപിടിക്കേണ്ടി വരണം. ഫസ്റ്റ് പാർട്ടിൽ റോളക്സിനെ പോലെ ഭയങ്കര ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ സെക്കൻഡ് പാർട്ടിൽ കൊണ്ടൊന്ന് ഇങ്ങനെ വധത്തിനെ പോലെ ഉണ്ടാക്കി വെച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ അയ്യോ പുഷ്പ എന്നുള്ള കുറേ പാട്ടുകൾ, അയ്യോ പാട്ടൊക്കെ എൻ്റെ പിന്നെ ആവശ്യമില്ലാത്ത കുറേ പാട്ട്. പടം ഒരു വട്ടം അറിയാണ്ട് പോയിരുന്ന് കണ്ടാലും ശരി, അറിഞ്ഞു പോയി കണ്ടാലും ശരി, ഒരേ ഒരു കാര്യം, അല്ലു അർജുനാണ് പടത്തിനെ കൊണ്ട് ഒരളവിനെ കൊണ്ട് നമുക്ക് ലാസ്റ്റ് വരെ കൊണ്ടുപോകാൻ